നമസ്കാരം. ആഴ്ചവട്ടത്തിലേക്ക് എല്ലാ CCTV പ്രേക്ഷകർക്കും സ്വാഗതം. ഡ്രൈവിംഗ് ടെസ്റ്റിനെ പ്രതിസന്ധിയിലാക്കിയ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പരിഷ്കരണം. മൾട്ടി സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളോടെ നവീകരിക്കുന്ന കുന്നംകുളം താലൂക്ക് ആശുപത്രി, കരിഞ്ഞുഴങ്ങൽ വീതിയിലായ വേമ്പൻപടവ് പാടശേഖരങ്ങളിലെ 100 ഏക്കർ നെൽകൃഷി, മായം കലരാത്ത ഐസ്ക്രീം വിപണിയിലെത്തിക്കുന്ന സ്മിത, കിടായിച്ചിറയുടെ നവീകരണം, മിഴി തുറക്കാത്ത അക്കിക്കാവിലെയും പെരുമ്പിലാവിലെയും സിഗ്നൽ ലൈറ്റുകൾ തുടങ്ങി ഒരു പിടി വാർത്തകളാണ് ആഴ്ചവട്ടം ഈ വാരം ചർച്ച ചെയ്യുന്നത്. എല്ലാ CCTV പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിൽ 50 പേർക്ക് മാത്രം ടെസ്റ്റ് നടത്തിയാൽ മതിയെന്ന ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നിർദ്ദേശത്തിനെതിരെ വ്യാപക പ്രതിഷേധം. ഗുരുവായൂർ സബ് RTOയിലെ ടെസ്റ്റ് ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി ബഹിഷ്കരിച്ചു. ഗതാഗത വകുപ്പിന്റെ പരിഷ്കരണം പുനഃപരിശോധിക്കുന്നതുവരെ സമരം തുടരുമെന്ന് സമിതി മുന്നറിയിപ്പ് നൽകി. വിശദാംശത്തിലേക്ക്. ഗുരുവായൂർ സബ് RTO ഓഫീസിൽ ബുധനാഴ്ച 100 പേരാണ് ടെസ്റ്റിനായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. ഇവർക്ക് ലഭിച്ച നിർദ്ദേശപ്രകാരം പുലർച്ചെ 5 മണി മുതൽ തന്നെ കൂനമൂച്ചിയിലെ ടെസ്റ്റ് കേന്ദ്രത്തിലെത്തിയെങ്കിലും ഇവരിൽ നിന്ന് സീനിയോറിറ്റി പ്രകാരമുള്ള 50 പേർക്ക് മാത്രമേ ടെസ്റ്റ് നൽകാനാകൂ എന്ന് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ അറിയിക്കുകയായിരുന്നു. ബാക്കിയുള്ളവരുടെ ടെസ്റ്റ് നടത്തുന്നത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥർക്കും വിശദീകരണം നൽകാനായില്ല. ഇതോടെ ഡ്രൈവിംഗ് സ്കൂൾ അധികൃതരും ടെസ്റ്റിനെത്തിയവരും ക്ഷുഭിതരായി. ബുധനാഴ്ച വൈകിട്ട് നടന്ന RTOമാരുടെ ഓൺലൈൻ മീറ്റിംഗിലായിരുന്നു ഗതാഗത മന്ത്രി വിവാദമായ നിർദ്ദേശം നൽകിയത്. ഇത് സംബന്ധിച്ച് സർക്കുലറോ രേഖാമൂലമുള്ള മറ്റ് അറിയിപ്പുകളോ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുമില്ല. ഈ സാഹചര്യത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിക്കുകയാണെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി അറിയിച്ചു. നിലവിൽ 3 മാസത്തോളം കാത്തിരുന്നാണ് മിക്കവാറും പേർക്ക് ടെസ്റ്റിന് അനുമതി ലഭിച്ചിട്ടുള്ളത്. ടെസ്റ്റിനെത്തുന്നവരുടെ എണ്ണം 50ആയി കുറച്ചുകൊണ്ടുള്ള നിർദ്ദേശം നടപ്പിലാക്കിയാൽ ഏകദേശം 10 മാസത്തോളം കാത്തിരിക്കേണ്ട അവസ്ഥയാണ് ഉണ്ടാവുകയെന്ന് ഭാരവാഹികൾ ആരോപിച്ചു. ഇത് ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്ന് സമിതി ഗുരുവായൂർ യൂണിറ്റ് പ്രസിഡന്റ് PC നിഷിൽ, സെക്രട്ടറി MK അരവിന്ദാക്ഷൻ, ജോയിന്റ് സെക്രട്ടറി KR ഷൈൻ എന്നിവർ പറഞ്ഞു. നിലവിലെ ഒരു കുട്ടിക്ക് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെങ്കിൽ 4 മാസത്തോളം കാത്തിരുന്നിട്ടാണ് 120 പേരെ ടെസ്റ്റ് നടത്തുന്ന സമയത്ത് ഇപ്പോൾ സാധിക്കുന്നത്. അപ്പോൾ 50 പേരാക്കി കുറച്ചിട്ടുണ്ടെങ്കിൽ നാളെ മുതൽ അത് 9 മാസം അല്ലെങ്കിൽ 10 മാസം ഒരാൾക്ക് ലൈസൻസ് എടുക്കാൻ വേണ്ടി കാത്തിരിക്കേണ്ടി വരും. ലേണേഴ്സ് ലൈസൻസിൻ്റെ കാലാവധി തന്നെ ഗവൺമെൻറ് കൊടുക്കുന്നത് 6 മാസമാണ്. അപ്പോൾ ഒരാൾക്കും ഗവൺമെൻറ് കൊടുക്കുന്ന ഈ ലേണേഴ്സ് ലൈസൻസിൻ്റെ കാലാവധിക്കുള്ളിൽ ലൈസൻസ് എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു ഉത്തരവിൻ്റെ മേലെ നമുക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഇവിടെ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശക്തമായി തന്നെ ഇതിനെതിരെ പ്രതികരിക്കാനാണ് ഇവിടുത്തെ അസോസിയേഷനും അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷയുള്ള എല്ലാ വിദ്യാർത്ഥികളും തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ഗതാഗത വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ടെസ്റ്റ് നടത്താനാകൂ എന്ന നിലപാടിലായിരുന്നു ഉദ്യോഗസ്ഥർ. ഇതോടെ പുലർച്ചെ 5 മുതൽ എത്തിയവർ മണിക്കൂറുകളോളം കാത്തുനിന്ന് മടങ്ങി. നിയമങ്ങൾ ജനങ്ങൾക്ക് ഉപകാരത്തിന് വേണ്ടിയാകണമെന്നും ജനങ്ങളെ ദ്രോഹിക്കാനുള്ളതാകരുതെന്നും ടെസ്റ്റിനെത്തിയവർ പ്രതികരിച്ചു. ഒരു ഉത്തരവ് ഇറക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ ഒരു പുതിയ നിയമം വരികയാണെങ്കിലും എല്ലാവരും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞങ്ങളോട് ഇത്ര ആൾക്കാരോടും ചെയ്ത നന്മയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പേഴ്സണലി. ഇതിപ്പോൾ കുറച്ച് ആൾക്കാർക്ക് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പറ്റില്ലല്ലോ. നമുക്ക് ഓരോ ആവശ്യങ്ങൾ മാറ്റി വെച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ ഈ ഒരു സംഭവത്തിലേക്ക് വന്നത്. ഞങ്ങൾ ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. എന്നിട്ട് ഞങ്ങളോട് അനീതി ചെയ്യാൻ എങ്ങനെ തോന്നിയെന്ന് അറിയില്ല. എന്താ പറയുക, ഒരു ചർച്ച വെച്ചിട്ട് പറയാമെന്നാണ് പറയുന്നത്. ഇപ്പോൾ സമയം ഒരു 8:30 കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോഴും ഞങ്ങൾ നിൽക്കുക. ഞാൻ 5 മണിക്കൊക്കെ വന്നുള്ള ആളാണ്. ഇത്രയായിട്ടും ഒരു നടപടിയും നടന്നിട്ടില്ല. ഒരാൾ പോലും വന്ന് അന്വേഷിച്ചിട്ടുമില്ല. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ച് പുറത്തിറങ്ങിയ ഉത്തരവ് മെയ് 1 മുതൽ പ്രാബല്യത്തിലാക്കാനായിരുന്നു തീരുമാനം. എന്നാൽ പുതിയ നിർദ്ദേശം ഒറ്റരാത്രി കൊണ്ട് മാറ്റിയത് ടെസ്റ്റിനെത്തിയവർക്ക് ഇരുട്ടടിയായി. ഓൺലൈൻ യോഗത്തിൽ നൽകിയ നിർദ്ദേശം വിവാദമാകുകയും സംസ്ഥാനത്താകെ പ്രതിഷേധ സൂചകമായി ടെസ്റ്റ് ബഹിഷ്കരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ തന്റെ മുൻനിർദ്ദേശത്തിൽ നിന്നും യു-ടേൺ അടിച്ച് തടിയൂരിയിരിക്കുകയാണ് മന്ത്രി. തിങ്കളാഴ്ച വീണ്ടും ടെസ്റ്റ് നടത്തേണ്ടതിന്റെ മാർഗനിർദ്ദേശത്തെക്കുറിച്ച് മന്ത്രി കാര്യങ്ങൾ വ്യക്തമാക്കാത്തതിനാൽ ഉദ്യോഗസ്ഥരും ടെസ്റ്റിനുള്ളവരുമാണ് വലഞ്ഞിരിക്കുന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റിനെ പ്രതിസന്ധിയിലാക്കുന്ന നിർദ്ദേശത്തിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി. സാധാരണ 100 മുതൽ 180 പേർക്കാണ് ഒരു ദിവസം ടെസ്റ്റ് നടക്കുക. ഇതാണിപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത്. മാത്രമല്ല, ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നവർക്ക് പുതിയ തീയതി എങ്ങനെ നൽകുമെന്നുള്ള ഉദ്യോഗസ്ഥരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടിയും മന്ത്രി നൽകിയിട്ടില്ല. ഈയൊരു അവസ്ഥയിൽ ഒന്നുറപ്പാണ്, പ്രതിസന്ധിയിലാകുന്നത് പഠിതാക്കളാണ്. ഒരു നൂറ്റാണ്ട് പിന്നിട്ട കുന്നംകുളം താലൂക്ക് ആശുപത്രി മൾട്ടി സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളോടെ നവീകരിക്കുന്നു. പുതിയ ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം ചൊവ്വാഴ്ച രാവിലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിക്കുമെന്ന് AC മൊയ്തീൻ MLA വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിശദാംശത്തിലേക്ക്.
ദേവസ്വം പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. കുന്നംകുളം എംഎൽഎ AC മൊയ്തീൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മണലൂർ എംഎൽഎ മുരളി പെരുന്നെല്ലി, കുന്നംകുളം താലൂക്കിലെ തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സാംസ്കാരിക പ്രവർത്തകർ, പൌരപ്രമുഖർ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും. സംസ്ഥാന സർക്കാരിന്റെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് 7 നില കെട്ടിടമാണ് പുതിയ താലൂക്ക് ആശുപത്രിയായി നിർമ്മിക്കുക. പഴയ കെട്ടിടങ്ങൾ പൂർണ്ണമായും ഇതിനായി പൊളിച്ചുമാറ്റിയിട്ടുണ്ട്. നിലവിലുള്ള കുന്നംകുളം ഗവൺമെന്റ് ആശുപത്രി 1888-ലാണ് പ്രവർത്തനം ആരംഭിച്ചത്. 135 വർഷം പഴക്കമുള്ള ആശുപത്രി കെട്ടിടമാണ് പൊളിച്ചു നീക്കി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. 97.11 കോടി രൂപയാണ് താലൂക്ക് ആശുപത്രി കെട്ടിട നിർമ്മാണത്തിന് ഭരണാനുമതി ലഭിച്ചത്. 76.50 കോടി രൂപയുടെ സാമ്പത്തിക അനുമതി ലഭിച്ചതോടെയാണ് കെട്ടിട നിർമ്മാണം യാഥാർത്ഥ്യമാകുന്നത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. നിർമ്മാണ പ്രവൃത്തിക്ക് 2020 ഫെബ്രുവരി മാസത്തിലാണ് എംഎൽഎ AC മൊയ്തീന്റെ ശ്രമഫലമായി ഭരണാനുമതി ലഭിക്കുന്നത്. തുടർന്ന് വിശദമായ എസ്റ്റിമേറ്റ് സമർപ്പിച്ച് 2023 മാർച്ചിൽ സാങ്കേതിക അനുമതി ലഭിക്കുകയും ചെയ്തു. ലോവർ ഗ്രൌണ്ട് ഉൾപ്പെടെ 7 നിലകളിലായാണ് ഹോസ്പിറ്റൽ കെട്ടിടം നിർമ്മിക്കുന്നത്. ലോവർ ഗ്രൌണ്ട് നിലയിൽ സ്റ്റോർ, സർവീസ്, മോർച്ചറി, ഫയർ പമ്പ് റൂം, ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷൻ എന്നിവയും, ഗ്രൌണ്ട് ഫ്ലോറിൽ റിസപ്ഷൻ, കാഷ്വാലിറ്റി, എക്സ്റേ, CT, അൾട്രാസൗണ്ട്, മാമോഗ്രാം എന്നീ ഡയഗ്നോസ്റ്റിക് റൂമുകളും, 1-ാം നിലയിൽ ഔട്ട് പേഷ്യന്റ് വിഭാഗത്തിനായി 10 കൺസൾട്ടേഷൻ റൂമുകളും അതിനോടനുബന്ധിച്ചുള്ള പ്രൊസീജിയർ റൂമുകളും, 2-ാം നിലയിൽ 60 വാർഡ് ബെഡുകളും, 4 ഐസൊലേഷൻ റൂമുകളും, 3-ാം നിലയിൽ 12 ICU ബെഡുകളും, 8 ഐസൊലേഷൻ റൂമുകളും, 30 വാർഡ് ബെഡുകളും, 4-ാം നിലയിൽ 4 ഓപ്പറേഷൻ തിയേറ്ററുകളും അതിനോടനുബന്ധിച്ച് ICU ഫെസിലിറ്റിയോടുകൂടിയുള്ള പ്രീ OP പോസ്റ്റ്, OP റിക്കവറി ബെഡുകളും സജ്ജമാക്കിയിട്ടുണ്ട്. 5-ാം നിലയിലായി മെഷീനറി സർവീസുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കെട്ടിടത്തിന്റെ ആകെ വിസ്തീർണം 7 നിലകളിലായി 1,45,032 സ്ക്വയർ ഫീറ്റാണ്. ആകെ 112 കിടക്കകളിൽ 90 എണ്ണം സാധാരണ നിലയിലുള്ളതും 22 ICU കിടക്കകളുമാണ് സജ്ജീകരിക്കുക. 1.35 ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള മഴവെള്ള സംഭരണിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്ക് നിർമ്മാണ പ്രവൃത്തി 2 വർഷം കൊണ്ട് പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും MLA പറഞ്ഞു. രാവിലെ 10 മണിക്കാണ് നമ്മളതിൻ്റെ തറക്കല്ലിടൽ കർമ്മം നടക്കുന്നത്. അത് ഇവിടെ ടൗൺ ഹാളിൽ വെച്ചാണ് നമ്മൾ നടത്തുന്നത്. ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരും. അവരത് തൃശ്ശൂരിൽ നേരത്തെയുണ്ട്. പട്ടികജാതി ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ രാധാകൃഷ്ണൻ അതിൽ പങ്കെടുക്കുന്നത്. മണലൂർ MLA ഉണ്ട്. മുനിസിപ്പൽ ചെയർമാനും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും നമ്മുടെ 9 പഞ്ചായത്ത് പ്രസിഡന്റുമാരും അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. നമ്മുടെ ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തകരുണ്ടാവും. എല്ലാവരും ഇതിന്റെ ഭാഗമായി പങ്കാളികളാകണം എന്നാണ് സംഘാടക സമിതി തീരുമാനിച്ചത്. വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ്, ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ T സോമശേഖരൻ, പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പ്രിയ സജീഷ്, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് Dr. AV മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്തു. വികസനം അനിവാര്യമാണ്. നൂതന രീതിയിൽ മൾട്ടി സ്പെഷ്യാലിറ്റി സൗകര്യത്തോടെ താലൂക്ക് ആശുപത്രി നവീകരിക്കുന്നതിലൂടെ അത് പൊതുസമൂഹത്തിന് ഏറെ ഗുണകരമാകും. ഇനിയും ഒരുപാട് വികസന പ്രവൃത്തികൾ നടപ്പിലാക്കാൻ ബന്ധപ്പെട്ടവർക്ക് സാധിക്കട്ടെ. കടവല്ലൂർ വേമ്പൻപടവ് പാടശേഖരങ്ങളിലെ 100 ഏക്കർ നെൽകൃഷി നശിക്കാതിരിക്കണമെങ്കിൽ വേനൽ മഴ പെയ്യണം. മറ്റു രീതിയിൽ വെള്ളം ലഭിക്കുമെന്ന പ്രതീക്ഷ അസ്തമിച്ചുവെന്നാണ് കർഷകർ പറയുന്നത്. തോടുകളിൽ ആവശ്യത്തിന് വെള്ളം സംഭരിക്കാൻ സാധിക്കാത്തതാണ് കർഷകർക്ക് ഇരുട്ടടിയായത്. വിശദാംശത്തിലേക്ക്. ഒതളൂർ ബണ്ടിൽ ശേഖരിച്ച് സൂക്ഷിച്ചു വെച്ചിരുന്ന വെള്ളം അശാസ്ത്രീയമായ വിതരണം മൂലം പാഴായി. 2 മാസം മുമ്പ് 4 ദിവസം പമ്പിംഗ് നടത്തിയ വെള്ളം മാത്രമാണ് വേമ്പൻപടവ് പാടശേഖരത്തിലെ കൃഷിക്ക് ലഭിച്ചത്. 2 ദിവസം കൂടി പമ്പിംഗ് നടത്തിയിരുന്നെങ്കിൽ ഇത്രയും വലിയ തോതിലുള്ള കൃഷിനാശം ഉണ്ടാകുമായിരുന്നില്ല. തോട്ടിലെ വെള്ളം അനധികൃതമായി മറ്റു സ്ഥലങ്ങളിലേക്ക് തുറന്നുവിട്ടതും പ്രശ്നമായെന്ന് കർഷകർ പറഞ്ഞു. 1 മാസമായി ഒരിറ്റു വെള്ളം പോലും നെൽച്ചെടികൾക്ക് ലഭിച്ചിട്ടില്ല. പല സ്ഥലത്തും ചെടികൾ ഉണങ്ങി. പച്ചപ്പ് കാണുന്ന ഭാഗങ്ങളിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ വെള്ളമെത്തിയില്ലെങ്കിൽ നാശം ഉറപ്പാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിക്കും. കടം വാങ്ങിയാണ് പലരും കൃഷി ഇറക്കിയിരിക്കുന്നത്. പാട്ടത്തിന് സ്ഥലമെടുത്തും 5-10 ഏക്കർ കൃഷി ചെയ്തവരുണ്ട്. കൃഷി മാത്രമാണ് ഇവരുടെ ഉപജീവനമാർഗം. ജലസേചനം പൂർണ്ണമായി നിലച്ചതോടെ നെൽകൃഷി ഉണങ്ങിത്തുടങ്ങി. കഴിഞ്ഞ മാസം ഒരു തുള്ളി വെള്ളം പോലും നെൽച്ചെടികൾക്കെത്തിക്കാൻ സാധിച്ചിട്ടില്ലെന്ന് കർഷകർ പറഞ്ഞു. വെള്ളത്തിനാശ്രയിക്കുന്ന തോടുകൾ പൂർണ്ണമായും വറ്റി. നെഞ്ചു തകരുന്ന കാഴ്ച കാണേണ്ട എന്ന നിലപാടിൽ പല കർഷകരും പാടത്തേക്ക് വരുന്നത് നിർത്തിയതിന് ശേഷം വീണ്ടും അടിക്കാനായിട്ട് ഈ കൃഷിക്കാരും മറ്റേ കമ്മിറ്റിക്കാരെല്ലാം ചേർന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനും മറ്റാളുകളെല്ലാം കൂടി കണ്ട് സംസാരിച്ചെങ്കിലും ഒരു ആഴ്ച കൂടി തുടർന്ന് അടിക്കാൻ ജനുവരി 10-ാം തീയതി മുതൽ
ജനുവരി 30-ാം തീയതി വരെ അടിക്കാനുള്ള ഓർഡർ ഉണ്ടായിട്ടും ഇത് ജനുവരി 20-ാം തീയതി മുതൽ അടിച്ച് 24-ാം തീയതി അടി നിർത്തുകയും ബാക്കി ദിവസങ്ങൾ വെള്ളം അടിക്കാതെ ഇടുകയും അതിനാൽ ഒരാഴ്ചക്ക് അടിക്കാൻ പറഞ്ഞിട്ട് അവർ കൂട്ടാക്കിയില്ല. 2 ദിവസമെങ്കിലും അടിച്ചു തരണം എന്ന് പറഞ്ഞ് ലാസ്റ്റ് അതിനും ചെയ്യാതെ ഇവിടുത്തെ കൃഷിയെല്ലാം ഉണക്കത്തിലാണ് ഇപ്പോൾ ഉള്ളത്. നൂറടിത്തോട്ടിലെ വെള്ളം പാടശേഖരങ്ങളുടെ ആവശ്യമനുസരിച്ച് വിതരണം ചെയ്യുന്നതിൽ വരുത്തിയ അലംഭാവമാണ് കൃഷിനാശത്തിന് കാരണം. മറ്റു ചില പാടശേഖരങ്ങളിൽ കൊയ്ത്തിനു പാകമായ പാടങ്ങളിലും ജലസമൃദ്ധിയാണ്. അനാവശ്യമായി ഈ ഭാഗത്തേക്ക് വെള്ളം എത്തിച്ചു എന്നാണ് വേമ്പൻ പടവിലെ കർഷകരുടെ ആരോപണം. ഈ പാടശേഖരങ്ങളിൽ കൂടുതലുള്ള വെള്ളം തിരിച്ച് കടവല്ലൂരിലേക്ക് പമ്പ് ചെയ്യാനുള്ള നടപടികൾ ഉണ്ടായാൽ ഒരുപക്ഷെ കുറച്ചെങ്കിലും കൃഷി രക്ഷിക്കാം എന്നാണ് കർഷകർ പറയുന്നത്. എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാം എന്നുള്ളത് ചൊല്ലുകളിൽ മാത്രമായി ഒതുങ്ങുകയാണ്. കർഷകനെ വാനോളം പുകഴ്ത്തുന്നതല്ലാതെ അർഹമായ പരിഗണന പലപ്പോഴും കർഷകർക്ക് ലഭിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ജലത്തിന്റെ അഭാവം മൂലം നെൽകൃഷി കരിഞ്ഞു ഉണങ്ങുന്നതിന് മുന്നേ ബന്ധപ്പെട്ടവർ കർഷകരുടെ വിയർപ്പിന് വില കൽപ്പിച്ച് ജീവജലം ലഭ്യമാക്കണമെന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. മികച്ച കർഷകയിൽ നിന്ന് മികച്ച സംരംഭകയാകാനുള്ള ഒരുക്കത്തിലാണ് പയ്യൂർ സ്വദേശിനി സ്മിത. വിഷം ചേർക്കാത്ത ജൈവ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ച് അവാർഡുകൾ കരസ്ഥമാക്കിയ സ്മിത ഇപ്പോൾ മായം കലരാത്ത ഐസ്ക്രീം വിപണിയിലെത്തിക്കാനുള്ള പ്രയത്നത്തിലാണ്. വീടിന് ചുറ്റുമുള്ള തൊടിയിൽ കുടുംബത്തിന്റെ ആവശ്യത്തിനുള്ള പച്ചക്കറി ഉൽപ്പാദിപ്പിച്ചു തുടങ്ങിയ സ്മിത പിന്നീട് സമീപത്ത് തരിശായി കിടന്നിരുന്ന സ്ഥലങ്ങൾ കൂടി ഏറ്റെടുത്ത് കൃഷി ഇറക്കുകയും വിപണനത്തിലൂടെ വരുമാനം കണ്ടെത്തുകയുമായിരുന്നു. കഴിഞ്ഞ വർഷം കൃഷിവകുപ്പിന്റെ നിർദ്ദേശമനുസരിച്ച് പൊട്ടുവെള്ളരി കൃഷി ചെയ്തു. എന്നാൽ വിപണി കണ്ടെത്താനുള്ള പ്രയാസം മൂലം വെള്ളരി ഉപയോഗിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള സ്മിതയുടെ പരിശ്രമമാണ് ഇന്ന് ഐസ്ക്രീം എന്ന ലക്ഷ്യത്തിലെത്തി നിൽക്കുന്നത്. നാട്ടിൽ നിന്ന് ലഭിക്കാവുന്ന പഴവർഗ്ഗങ്ങൾ ഉപയോഗിച്ച് നല്ല രുചിയോടുകൂടി ഐസ്ക്രീം നിർമ്മിച്ചു നൽകുക എന്നതാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് സ്മിത പറയുന്നു. കുടുംബശ്രീയുമായി സഹകരിച്ച് കേച്ചേരിയിൽ ഐസ്ക്രീം വിൽപ്പന നടത്തുന്നതിന് സ്റ്റാൾ ആരംഭിച്ചിട്ടുള്ളതായും സ്മിത കൂട്ടിച്ചേർത്തു. നമ്മുടെ മക്കളായാലും ശരി കഴിക്കുന്നത് കെമിക്കലൊന്നുമില്ലാതെ നാച്ചുറലായിട്ട് കഴിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് നമ്മൾ മാക്സിമം ദോഷമില്ലാത്ത സാധനങ്ങൾ കൂട്ടിയിട്ട് തന്നെ നമ്മൾ വേറെ നമ്മുടെ ഐസ്ക്രീമിൽ വേറെ ഇതൊന്നുമില്ല, ഇൻഗ്രീഡിയൻസും ഒന്നുമില്ല, ഫ്രൂട്ട്സും പാലും തന്നെയാണ്. അതുപോലെ തന്നെ കർഷകരുടെ നിന്നിട്ട് നമ്മൾ തേൻ കളക്ട് ചെയ്യുന്നു. നമുക്കിവിടെ കൃഷിഭവൻ്റെ അണ്ടറിൽ നമുക്ക് കർഷകർക്ക് തേനീച്ച വളർത്തലും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. അവരുടെ നിന്ന് നമ്മൾ ഇതുപോലെ തന്നെ തേൻ കളക്ട് ചെയ്യുന്നു. നമ്മൾ തേൻ ഉപയോഗിച്ചിട്ടും ആവശ്യക്കാർക്ക് ഐസ്ക്രീം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പപ്പായ, സ്ട്രോബെറി, കരിക്ക്, ചക്ക, ബനാന, മാങ്ങ, ചിക്കു തുടങ്ങി വ്യത്യസ്തമായ ഫ്ലേവറുകളിൽ ഇപ്പോൾ ഐസ്ക്രീം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഒരു വിധത്തിലുള്ള മായവും കലർത്താതെ പ്രകൃതിദത്തമായ വിഭവങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. നിലവിൽ വീടിന്റെ ടെറസിൽ ചെറിയ രീതിയിലാണ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. വലിയ രീതിയിലേക്ക് സംരംഭം ഉയർത്തണമെന്ന ആഗ്രഹം സ്മിതയ്ക്കുണ്ട്. എന്നാൽ വിപണി കണ്ടെത്തലാണ് ഈ ചെറുകിട സംരംഭകർ നേരിടുന്ന പ്രധാന വെല്ലുവിളി. മികച്ച രുചിയിൽ മായം കലരാതെ ഭക്ഷ്യവസ്തുക്കൾ നൽകിയാൽ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നവരാണ് മലയാളികൾ എന്ന വിശ്വാസമുള്ളതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ തന്റെ ഉൽപ്പന്നത്തിനും വിപണിയിൽ ആവശ്യക്കാരുണ്ടാകും എന്നതാണ് സ്മിതയുടെ പക്ഷം. ആൾക്കാർ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. പിന്നെ വാങ്ങിച്ച ആൾക്കാരും കഴിച്ച ആൾക്കാരും നമ്മളെ വീണ്ടും വരുന്നുണ്ട്. മാർക്കറ്റിംഗ് ആണ് ഇതിന്റെ പ്രശ്നം. ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയാൽ തീർച്ചയായിട്ടും ആൾക്കാർ താല്പര്യപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. വീട്ടിലെ ജോലികൾ കഴിഞ്ഞ് ബാക്കി സമയം ടെലിവിഷൻ സീരിയലുകൾ കണ്ടും മൊബൈലിൽ റീൽസ് തയ്യാറാക്കിയും സമയം കളയുന്ന വീട്ടമ്മമാർക്കിടയിൽ തന്റെ ഒഴിവു സമയങ്ങൾ സ്വന്തമായി വരുമാനമുണ്ടാക്കുന്നതിനും അതിലൂടെ കുടുംബത്തിന് താങ്ങാകാനും സ്മിത നടത്തുന്ന ശ്രമങ്ങൾ അഭിനന്ദനീയമാണ്. കുടുംബത്തിന്റെ പിന്തുണ കൂടിയുള്ളതാണ് തന്റെ പ്രവർത്തനങ്ങളുടെ കരുത്ത് എന്നാണ് സ്മിതയുടെ അഭിപ്രായം. സ്വയം പര്യാപ്തത അത്ര എളുപ്പത്തിൽ സ്വായത്തമാക്കാവുന്ന ഒന്നല്ല. അതിന് ഏകാഗ്രതയും കഠിന പ്രയത്നവും അത്യാവശ്യമാണ്. മായം കലരാത്ത തനതു രുചിയിൽ ഐസ്ക്രീം നിർമ്മിച്ച് വിൽപ്പന നടത്തുന്ന സ്മിതയ്ക്ക് ഇനിയും ഈ സംരംഭം ഒരുപാട് ഉന്നതിയിലെത്തിക്കാൻ സാധിക്കട്ടെ. ആഴ്ചവട്ടത്തിന്റെ ആശംസകൾ. കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ വേലൂർ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട കിടായിച്ചിറ ജലസംഭരണിയാകുന്നു. കിടായിച്ചിറയുടെ നവീകരണ ഉദ്ഘാടനം ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഓൺലൈനായി നിർവഹിച്ചു. പഴയകാല ജലസംഭരണികൾ സംരക്ഷിക്കണമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. വിശദാംശത്തിലേക്ക്. ജലസ്രോതസ്സുകളുടെ സംരക്ഷണം അത്യാവശ്യമായ ഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. കുടിവെള്ള ലഭ്യതയ്ക്കായി കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾ വിനിയോഗിച്ച് ജൽജീവൻ മിഷൻ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു.
വേലൂർ പഞ്ചായത്തിലെ വാർഡ് 5 സ്ഥിതി ചെയ്യുന്ന ഏകദേശം 4 ഏക്കറോളം വിസ്തൃതിയുള്ള കിടായിച്ചിറ ചെളിയും മണ്ണും എല്ലാം വന്ന് നിറഞ്ഞ് സംഭരണശേഷി കുറഞ്ഞിരിക്കുന്നു. ഇക്കാര്യങ്ങളെല്ലാം വളരെ ജാഗ്രതയോടുകൂടി ഈ നിയോജകമണ്ഡലത്തിന്റെ MLA എന്ന നിലയിൽ, സംസ്ഥാന മന്ത്രി എന്ന നിലയിൽ മുൻകാല പ്രവർത്തന പരിചയവുമെല്ലാം വെച്ചുകൊണ്ടാവാം അദ്ദേഹം വളരെ താല്പര്യമെടുത്ത് ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചത്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ജനുവരിയിൽ 3 കോടി രൂപയുടെ ഭരണാനുമതി കൊടുത്ത് പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. ഈ അടിഞ്ഞ് കൂടിയിരിക്കുന്ന ചെളിയും എക്കലും എല്ലാം മാറുകയും അവിടെ ആവശ്യമായ ജലസംഭരണി നല്ല നിലയിൽ വൃത്തിയായി മാറുകയും ഒക്കെ ചെയ്യുന്നതോടുകൂടി വിനോദത്തിനായി പോലും ഈ ഡാം ടോപ്പിൽ 2 വശവും കൈവരികളെല്ലാം പിടിപ്പിച്ച് ചെളിയിലേക്ക് ഇറങ്ങുന്നതിനുള്ള സൗകര്യവും കൂടി ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. സമീപ മാസങ്ങളിലാണ് ഞാനവിടെ വരികയും മെട്രോകുളത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളിൽ ബഹുമാനപ്പെട്ട മന്ത്രിയോടൊപ്പം മുൻ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ എനിക്ക് പങ്കെടുക്കാനായിട്ട് സാധിച്ചത്. കിടായിച്ചിറ പരിസരത്ത് നടന്ന ചടങ്ങിൽ AC മൊയ്തീൻ MLA അധ്യക്ഷനായി. വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി മുഖ്യാതിഥിയായി. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PV ബിന്ദു റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, സ്ഥിരം സമിതി അധ്യക്ഷ ഷേർലി ദിലീപ് കുമാർ, മൈനർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ R അജയകുമാർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ VV സൗമ്യ, പഞ്ചായത്ത് അംഗങ്ങൾ, വകുപ്പ് ഉദ്യോഗസ്ഥർ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. കിടായിച്ചിറയിലെ ജലസംഭരണശേഷി വർദ്ധിപ്പിക്കുന്നതിനായി 3 കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് നടത്തുക. AC മൊയ്തീൻ MLA മന്ത്രിയായിരിക്കെ നടത്തിയ ശ്രമഫലമായാണ് ചിറ നവീകരണ പ്രവർത്തനത്തിന് ഫണ്ട് ലഭ്യമായത്. വേലൂർ ഗ്രാമപഞ്ചായത്തിലെ കോടശ്ശേരിയിൽ 4 ഏക്കറോളം സ്ഥലത്താണ് കിടായിച്ചിറ സ്ഥിതി ചെയ്യുന്നത്. പ്രദേശത്ത് കാർഷികാവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന പ്രധാന ജലസ്രോതസ്സാണിത്. നവീകരണ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാകുന്നതോടെ പഞ്ചായത്തിലെ വേലൂർ, വെങ്ങിലിശ്ശേരി, വെള്ളാറ്റഞ്ഞൂർ, പുലിയന്നൂർ, തണ്ടിലം ഭാഗങ്ങളിലെ നെൽകൃഷിക്ക് വലിയൊരു മുതൽക്കൂട്ടാകാൻ കഴിയും. മൺസൂണിൽ നിറഞ്ഞൊഴുകുന്ന ജലം ശേഖരിച്ച് വേനൽക്കാലത്ത് കുടിവെള്ള പ്രശ്നം രൂക്ഷമാകുന്ന പ്രദേശത്തെ ജലക്ഷാമത്തിനും ഇതോടെ പരിഹാരമാകും. വേലൂരിലെ സമീപ പാടശേഖരങ്ങളിലെ ജലസേചനത്തിനും പ്രദേശത്തെ കുടിവെള്ള പദ്ധതികൾക്കും ഭൂഗർഭജല സംരക്ഷണത്തിനും വിനോദസഞ്ചാരത്തിനും ശാസ്ത്രീയമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രീതിയിലാണ് നവീകരണം. എറണാകുളം അവൻസ് കൺസ്ട്രക്ഷനാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. 1 വർഷമാണ് നിർമ്മാണ കാലാവധി. പദ്ധതിയുടെ ഭാഗമായി ചിറയിലെ മണ്ണ് നീക്കി ആഴം കൂട്ടി ജലസംഭരണശേഷി വർദ്ധിപ്പിക്കും. ചിറയുടെ മനോഹാരിത ആസ്വദിക്കാൻ പ്രദേശത്തെ ചുറ്റുമുള്ള സ്ഥലങ്ങൾ ഇന്റർലോക്ക് ചെയ്ത് അതിർത്തി കെട്ടി സംരക്ഷണം ഏർപ്പെടുത്തും. പാടശേഖരങ്ങളിലേക്ക് ജലസേചനത്തിനായുള്ള കനാലുകളുടെ പ്രവർത്തനങ്ങളും കാര്യക്ഷമമാക്കും. കുളത്തിന്റെ നവീകരണത്തിലൂടെ 122 ഹെക്ടർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നതിനുള്ള ജലസേചന സൗകര്യവും ലഭ്യമാകും. കൂടാതെ പ്രദേശങ്ങളിലെ ഭൂഗർഭജല നിരപ്പ് ഉയർത്തുന്നതിനും അതുവഴി കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും സാധിക്കും. നാളെയുടെ ജലലഭ്യതയുടെ അവിഭാജ്യ ഘടകമായ ചിറകൾ സംരക്ഷിച്ചു പോരേണ്ടത് ഇന്നിന്റെ അനിവാര്യതയാണ്. അത് അത്രമേൽ ഗൗരവത്തോടെ നോക്കിക്കണ്ട് പരിഗണിച്ചാൽ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അതിനാൽ ഇത്തരം നവീകരണ പ്രവൃത്തികൾ തുടർന്നും പ്രാവർത്തികമാക്കണം എന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. പൊന്നിയൂർക്കുളം പഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിൽ കനോലി കനാലിൽ സ്ലൂയിസ് നിർമ്മാണം അന്തിമഘട്ടത്തിൽ. കനാലിൽ നിന്ന് കൃഷിയിടങ്ങളിലേക്കും ജലസ്രോതസ്സുകളിലേക്കും ഉപ്പുവെള്ളം കയറുന്നത് തടയാനാണ് 11 ഇടത്തായി പഞ്ചായത്ത് സ്ലൂയിസ് നിർമ്മിക്കുന്നത്. പോകാം വിശദാംശത്തിലേക്ക്. ആകെ 11 സ്ലൂയിസാണ് പണിയേണ്ടത്. ഇതിൽ 10 സ്ലൂയിസിന്റെ നിർമ്മാണം പൂർത്തിയായി. പനന്തറ പാലത്തിന് തെക്ക് മന്നലാംകുന്ന് പാലം വരെയും പാലത്തിന് വടക്ക് അണ്ടത്തോട് പോഴിക്കുന്ന് വരെയും 5 വീതം സ്ലൂയിസാണ് പണിതിട്ടുള്ളത്. പനന്തറ പാലത്തിന് തെക്ക് വലിയ സ്ലൂയിസിന്റെ നിർമ്മാണമാണ് പുരോഗമിക്കുന്നത്. പഴയ ഷട്ടർ പൊളിച്ചാണ് പോഴിക്കുന്നത്ത് സ്ലൂയിസ് പണിതത്. 700 മീറ്റർ ദൂരം തോട്ടിൽ നിന്നും ചെളികോരലും പദ്ധതിയിലുണ്ട്. 2019 അനുമതിയായ പദ്ധതിയാണ് 5ാം വർഷത്തിൽ പൂർത്തിയാകുന്നത്. നാഷണൽ അർബൻ മിഷൻ പദ്ധതി പ്രകാരം 1.5 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. കനോലി കനാലിന്റെ ഓരങ്ങളിൽ സ്ലൂയിസുകൾ ഉണ്ടായിരുന്നെങ്കിലും കാലപ്പഴക്കത്താൽ ജീർണിച്ച അവസ്ഥയിലായിരുന്നു. കൂടാതെ സ്ലൂയിസിൽ ഘടിപ്പിക്കുന്ന വലിയ മരപ്പലകകൾ മോഷണം പോയതോടെയാണ് കനാലിൽ നിന്ന് ഉപ്പുവെള്ളം കിഴക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിലേക്ക് കയറി തുടങ്ങിയത്. പ്രശ്നം ഏറെയും ബാധിച്ചത് കിഴക്കൻ മേഖലയെ ആണ്. വേലിയേറ്റ സമയത്ത് തോടുകളിലൂടെ വെള്ളം കയറിയപ്പോൾ പാടത്തും ജലസ്രോതസ്സുകളിലും ഉപ്പ് കലർന്നു. ഇരുവശത്തും 7 മീറ്റർ നീളത്തിൽ ഭിത്തി കെട്ടിയാണ് ചെറിയ സ്ലൂയിസുകൾ നിർമ്മിച്ചിട്ടുള്ളത്. ഉൾഭാഗത്ത് 2 മീറ്റർ വീതിയുണ്ട്. ആവശ്യാനുസരണം ഉയർത്താൻ കഴിയുന്നതും ഉപ്പുവെള്ളത്തിലും കേടുപറ്റാത്തതുമായ ഫൈബർ ഷട്ടറാണ് ഘടിപ്പിച്ചിട്ടുള്ളത്.
നാക്കോലയിലെയും മന്നലാംകുന്നിലെയും സ്ലൂയിസുകൾക്ക് 2 ഷട്ടറുകൾ വീതമുണ്ട്. ഇവിടെ മരപ്പലകകളാണ് ഷട്ടറായി ഉപയോഗിക്കുന്നത്. ഇവയെല്ലാം പ്രാവർത്തികമാവുന്നതോടെ കർഷകർക്കിനി ആശങ്കയില്ലാതെ കൃഷി ഇറക്കാനും കുടിവെള്ള സ്രോതസ്സുകളിൽ ഉപ്പുവെള്ളം കയറില്ല എന്ന ആശ്വാസത്തിലുമാണ് പ്രദേശവാസികൾ. കൃഷിയെ മാത്രം ആശ്രയിച്ച് ഉപജീവനം കഴിയുന്നവരുടെ ഏറെക്കാലമായുള്ള ദുരിതമായിരുന്നു ഉപ്പുവെള്ളം കയറുന്നത്. ആ ഒരു വലിയ പ്രതിസന്ധിക്കാണ് കനാലിൽ സ്ലൂയിസ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ അറുതിയാവുക. ഇനി മണ്ണിൽ പണിയെടുക്കുന്ന കർഷകർക്ക് ആശ്വാസത്തോടെ വിത്തിറക്കാം. സംസ്ഥാന പാതയിലെ പ്രധാന ജംഗ്ഷനുകളായ പെരുമ്പിലാവിലെയും അക്കിക്കാവിലെയും സിഗ്നലുകൾ നിലച്ചിട്ട് 1 വർഷം പിന്നിടുന്നു. ട്രാഫിക് നിയന്ത്രണം അവതാളത്തിലായതോടെ 1 വർഷത്തിനിടയിൽ 2 ജംഗ്ഷനുകളുമായി നിരവധി അപകടങ്ങളാണ് ഉണ്ടായത്. നേർക്കാഴ്ചയിലേക്ക്. നാട്ടുകാർ പലതവണ പ്രതിഷേധങ്ങൾ നടത്തിയിട്ടും അധികൃതർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇതുവഴി യാത്ര ചെയ്യുന്നവരിലധികവും വിദ്യാർത്ഥികളാണ്. ചീറിപ്പായുന്ന വാഹനങ്ങൾക്കിടയിൽ ശ്വാസം അടക്കിപ്പിടിച്ചാണ് ഇവർ റോഡ് മുറിച്ചു കടക്കുന്നത്. അതും ദീർഘനേരം കാത്തുനിന്ന ശേഷം. വാഹനങ്ങളാകട്ടെ ഒരു നിയന്ത്രണവും പാലിക്കാതെയാണ് ഓട്ടം. കോഴിക്കോട്, നിലമ്പൂർ എന്നീ സംസ്ഥാന പാതകളിലേക്ക് തിരിയുന്ന പെരുമ്പിലാവ് ജംഗ്ഷനിൽ സിഗ്നൽ വന്നതോടെ തിരക്കും അപകടവും കുറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ 2 ഭാഗത്തേക്കും തിരിയുന്ന വാഹനങ്ങൾ ഒന്നിച്ച് ജംഗ്ഷനിൽ കയറുന്നത് ഗതാഗത തടസ്സത്തിന് കാരണമാകുന്നു. തിരക്കേറിയ സമയങ്ങളിൽ ഹോണടിച്ചും തിക്കി തിരക്കിയും എത്തുന്ന വാഹനങ്ങൾ യാത്രക്കാരെ ഏറെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. സിഗ്നൽ തെളിയാത്തതിന്റെ കാരണം ഇനിയും അജ്ഞാതമാണ്. കെൽട്രോണിന്റെ കയ്യിലായിരുന്ന അറ്റകുറ്റപ്പണി കരാർ സ്വകാര്യ കമ്പനിക്ക് കൈമാറിയതാണ് പ്രശ്നമെന്നും സൂചനയുണ്ട്. ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നതല്ലാതെ സിഗ്നലുകൾ പ്രവർത്തിപ്പിക്കുന്നതിനു വേണ്ട യാതൊരുവിധ നടപടിയും നടക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരു അപകടത്തിന് കാത്തുനിൽക്കാതെ എത്രയും വേഗം പൊതുജനത്തിന്റെ ദുരിതം കണ്ടറിഞ്ഞ് ബന്ധപ്പെട്ടവർ സിഗ്നലുകൾ പ്രവർത്തനക്ഷമമാക്കുന്നതിനുതകുന്ന നടപടികൾ കൈക്കൊള്ളേണ്ടത് അനിവാര്യമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വാരത്തെ ആഴ്ചവട്ടം ഇവിടെ പൂർത്തിയാകുന്നു. നന്ദി, നമസ്കാരം.